അങ്ങനെ നമ്മള് ഡൽഹിയിൽ നിന്ന് യാത്ര ഇനി നേരെ പഞ്ചാബിലേക്ക് ബൈ ട്രെയിൻ പഞ്ചാബിലെത്തി. എനിക്ക് എങ്ങനെയുണ്ടായത് ഡൽഹി? സൂപ്പറാ. നമ്മുടെ റൂമിന്റെ ഇവിടുന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിക്ക് ഏകദേശം 20 കിലോമീറ്ററിന് അടുത്തുണ്ട്. ഇവിടെ ടാക്സിക്കാണെങ്കിൽ 1000 പറയുന്നുണ്ട്, 1200 പറയുന്നുണ്ട്. നമ്മുടെ ഒരു ഓട്ടോ ബ്രോനെ കിട്ടിയിട്ടുണ്ട് 300. കൊറോണ കാലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോറിക്ഷകളിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഒരു കവർ പാർട്ടീഷന്. ഇവിടെ ഒരു ദിവസം ഫുള്ള് കറങ്ങാൻ എത്ര പറഞ്ഞാൽ നമ്മളോട് 2000. ഇവിടുന്ന് ഒരു 5-10 കിലോമീറ്റർ പോകാൻ തന്നെ 2-3 മണിക്കൂർ പോകും. ബാംഗ്ലൂർ സിറ്റി പോയ അവസ്ഥ. ഓട്ടോ ചൂസ് ചെയ്യാം. താങ്ക് യു ഭയ്യ. അങ്ങനെ നമ്മള് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടിപൊളി കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, അത്യാവശ്യം നല്ല നല്ല സംഭവമായിട്ടുള്ള സ്പേസ് കാണുന്നുണ്ട്. യൂണിയന്മാരെ തന്നെ നോക്ക് എത്ര പോരെ അല്ലേ. ഓട്ടോ വണ്ടടിച്ചു. അങ്ങനെ നമ്മള് റെയിൽവേയിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. 5 മണിക്കൂർ പഞ്ചാബിക്ക് റണ്ണിങ്. പ്ലാറ്റ്ഫോം 10. ഇവിടെ പ്ലാറ്റ്ഫോം എത്ര ഉണ്ടെന്നുള്ള ആർക്കും ഏതാണ് 15 മുതൽ 1 വരെ. ചായ രാവിലെ 6:40 ഡൽഹിയിൽ നിന്ന് എടുത്തിട്ട് 11:45 ലുധിയാനയിൽ എത്തേണ്ട ട്രെയിനായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയിട്ട് തുടക്കത്തിൽ 1:30 മണിക്കാണ് എടുത്തത് ഉച്ചക്ക്. ഇപ്പൊ രാത്രി 8 മണിയായിട്ടും ലുധിയാനയിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ലുധിയാനയിൽ എത്തിയിട്ടുണ്ട്. തിരക്കാലോ.